തമിഴ് സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹീറോയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായിരുന്ന MGR. MGR ഇങ്ങനെ താരപരിവേഷത്തിൽ മിന്നി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച ഒരാളുണ്ട്. അത് തമിഴ് സിനിമയിലെ MGRൻ്റെ സ്ഥിരം വില്ലനും ഒരു കൊമേഡിയനുമായിട്ടൊക്കെ വേഷം ചെയ്തിട്ടുള്ള MR രാധയാണ്. എന്തിനാണ് രാധ MGRനെ വെടിവെച്ചത്? ഈ MR രാധ MGRനെ വെടിവെക്കുന്നത് ശരിക്കും തെക്കേ ഇന്ത്യ നടുക്കിയൊരു സംഭവമാണത്. ശരിക്കും ഈ പറഞ്ഞ പോലെ അന്ന് സൂപ്പർ ഡ്യൂപ്പർ എന്നൊന്നും പറയില്ലല്ലോ, ശരിക്കും സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ രാഷ്ട്രീയത്തിലും ഉണ്ട്. രാഷ്ട്രീയം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പണ്ട് അണ്ണാദുരൈ ഈ രാഷ്ട്രീയത്തിലൊക്കെ വരണം എന്ന് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയൊക്കെ ആകുന്ന കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എത്ര പൈസ തരേണ്ടി വരും എന്ന് MGR ചോദിച്ചപ്പോൾ എനിക്ക് നിൻ്റെ മുഖം മാത്രം മതി എന്ന് CN അണ്ണാദുര പറഞ്ഞതായിട്ടൊക്കെ. അപ്പോൾ MGRനെ അങ്ങനെയാണ് ഈ DMK കൊണ്ട് നടന്നു തുടങ്ങിയ കാലമൊക്കെയാണത്. ആ സമയത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ സത്യത്തിൽ അന്ന് ഈ വെടിവെച്ച് ശരിക്കും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുന്നത്. പോയിന്റ് ബ്ലാങ്ക് വെടിയാണ്. എവിടേക്ക്? എന്നിട്ട് ചെവി, നെക്ക് ഇതിലൊക്കെ വെടിയുണ്ട കയറുന്നുണ്ട് MGRന്റെ. മാത്രമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ആ സംഭവം പറയാമോ? അത് പറയാം. അപ്പോൾ ഞാൻ അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണിത് നടക്കുന്നതൊക്കെ. ഞാനൊന്നും ഇല്ല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും ആലോചിച്ചിരുന്നത് പിൽക്കാലത്തുമൊക്കെ ഇതിൻ്റെ കഥ നോക്കുമ്പോൾ ഇപ്പോൾ വിധി എടുത്ത് നോക്കി, അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ MGRൻ്റെ ഭാഗത്ത്, MGR മഹാനൊക്കെയാണ്, പക്ഷേ MGRൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹരിതായിക MR രാധയോട് ഉണ്ടായിട്ടായിരിക്കില്ലേ MR രാധ വെടിവെച്ചത് എന്നുള്ളൊരു തോന്നലുണ്ടാവും. രണ്ട് ഭാഗവും നോക്കണമല്ലോ നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു കാര്യമൊന്നും അക്കാലത്ത് MGRൻ്റെ സ്വാധീനമോ കാര്യങ്ങളും കൊണ്ടൊന്നും വന്നിരുന്നില്ല. ഒരാൾ വീട്ടിൽ പോയിട്ട് ചുമ്മാ ഒരാൾക്ക് നേരെ വെടിവെക്കുമോ എന്നൊരു ചോദ്യം അന്നും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്നവർക്കും ഈ സംശയങ്ങൾ ഉണ്ടായിരിക്കും. കുറച്ച് സംശയങ്ങൾ ഇന്ന് സംസാരിച്ച് കഴിയുമ്പോൾ മാറും തോന്നുന്നു. കാരണം വിധിയിൽ കുറച്ച് കാര്യങ്ങൾ, ഈ കേസിൻ്റെ വിധിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 1960കളിലെ സിനിമകളിൽ MGR നായകൻ, MR രാധ വില്ലൻ എന്ന് പറഞ്ഞിട്ട് MN നമ്പ്യാർ കുറേ സിനിമകളിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ MGR അന്ന് 50-54 വയസ്സ് ഉണ്ടാവും. MR രാധയ്ക്ക് 57 വയസ്സ്. ഈ സംഭവം നടക്കുന്ന ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി അഭിനയിച്ച പെട്രാൽ താൻ പിള്ളയ എന്ന് പറഞ്ഞൊരു സിനിമ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ വിജയമായി. അതിൻ്റെ നിർമ്മാതാവ് KN വാസു, മുത്തുകുമരൻ പിക്ചേഴ്സ്. ആ വാസു ഇങ്ങനെ പടമൊക്കെ എടുത്ത് ഇതിങ്ങനെ വിജയിച്ച് ആ സമയം ആ സിനിമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ MGRഉം MR രാധയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു എന്നാണ് പറയുന്നത്. അത് കരിയർ ഗ്രോത്ത് വിചാരിച്ച പോലെ MR രാധയ്ക്കില്ല. MR രാധയെ MGR ചവിട്ടി താഴ്ത്തുന്നു എന്നൊക്കെയുള്ള തോന്നൽ ഇയാൾക്കുണ്ടായിരുന്നു. പാര വയ്ക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ MGR ആണെങ്കിൽ DMKയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്. 1967 തെരഞ്ഞെടുപ്പിൽ സെൻറ്റ് തോമസ് മൗണ്ടിൽ സ്ഥാനാർത്ഥിയുമാണ് ഈ MGR. അപ്പോൾ 1967 ജനുവരി 12 ഈ സംഭവം. MR രാധ MGRൻ്റെ വീട്ടിലേക്ക് പോയി. വാസുവിൻ്റെ കൂടെയാണ് പോകുന്നത് ഈ സിനിമ നിർമ്മാതാവ്. വൈകുന്നേരം 4 മണിക്ക് അടുപ്പിച്ച് വാസുവിനൊപ്പം പോകുന്നു. MGR രണ്ടുപേരെ നന്നായിട്ടാണ് സ്വീകരിച്ചത്. ഹാർദമായി എന്ന് പറയുന്ന വിധത്തിലാണ് സ്വീകരിച്ചത്. സിനിമ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വഴക്കായി ഇവർ തമ്മിൽ. MGR കരിയർ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വഴക്കിട്ടു. എനിക്ക് സിനിമ വേണ്ടത്ര കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് MR രാധ അങ്ങനെ ദേഷ്യപ്പെട്ട് ഈ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് മുണ്ടാ കൊടുത്തിരുന്നത്. ഈ മുണ്ടിൻ്റെ അരയിൽ നിന്ന്
ഈ റിവോൾവർ എടുത്തു. റിവോൾവർ എടുത്തിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയാണ്. MGRന്റെ കഴുത്തിൽ വെടികൊണ്ടു, ഇടത് ചെവിക്ക് താഴെ വെടികൊണ്ടു, 2 വെടിവെച്ചു. 2 വെടിയുണ്ട കൊണ്ടു. വാസു ഈ MR രാധയുടെ മുകളിലേക്ക് അപ്പോഴേക്കും ചാടി വീണ് അയാളെ പിടികൂടി. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ MR രാധ സ്വയം വെടിവെച്ചു, ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമം നടത്തി. പക്ഷെ മരിച്ചില്ല. വരുന്നുണ്ടല്ലോ, ആത്മഹത്യാ ശ്രമത്തിനും ശിക്ഷ വരുന്നുണ്ട് അവസാനം. ഈ റോയപ്പേട്ട സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 പേരെ കൊണ്ടുപോയി. ജനം അതിൻ്റെ ഇടയ്ക്ക് ആകെ വഷളായി തെരുവിലിറങ്ങി. MGRന്റെ ആരാധകരാണല്ലോ. MGR അവസാനം കിടക്കുമ്പോൾ ആളുകൾ ആത്മാഹുതി ചെയ്യുന്ന മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മരിച്ചപ്പോഴും നമ്മൾ കണ്ടു. അതെ, സെന്റ് തോമസ് മൗണ്ടില് MR രാധയുടെ വീട്ടിൽ പോയിട്ട് ഒരു ഷെഡ് തീയിടുകയൊക്കെ ചെയ്തു ജനം. ഭയങ്കര വയലൻ്റായി ജനം. അവിടെ ഇവിടെ പോലീസ് വാഹനം തീ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണത്തിനെ ഏൽപ്പിച്ചത് ക്രൈംബ്രാഞ്ച് DSP GK രംഗനാഥനെ ആണ്. അപ്പോൾ രംഗനാഥൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ MGRനും MR രാധയ്ക്കും 420 കാലിബർ, 2 പേർക്കും 420 കാലിബർ വെബ്ലി ആൻഡ് സ്കോട്ട് റിവോൾവർ ഉണ്ടായിരുന്നു. 2 പേരും ഒരേ ദിവസമാണ് റിവോൾവർ ഒരേ കടയിൽ നിന്നും മേടിച്ചത്. ഒന്നിച്ചു പോയി വാങ്ങിയതായിരിക്കും. അന്ന് വലിയ സുഹൃത്തുക്കളാണല്ലോ. P.O. and Sons എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഒരേ ദിവസം ഇത് വാങ്ങിയത്. അത് 1950s തുടക്കത്തിലാണ് വാങ്ങുന്നത്. ഒരേ തരം സിലിണ്ടറും ഒക്കെയാണ് റിവോൾവറിൻ്റെത്. ട്രിഗറിൽ 15-20 പൗണ്ട് പ്രഷർ ചെലുത്തിയാലാണ് വെടി വരുന്നതൊക്കെ. MGR എല്ലാ കൊല്ലവും ഇത് ലൈസൻസ് പുതുക്കിയിരുന്നു. MR രാധ പുതുക്കിയിരുന്നില്ല. 1964 ലൈസൻസ് എക്സ്പയർ ചെയ്തതാണ്. ഇത് പോലീസിന് കൊണ്ടുപോയി സറണ്ടർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ. ഇത് ചെയ്തിരുന്നില്ല. അപ്പോൾ അത് ലൈസൻസ് പുതുക്കിയില്ല, സറണ്ടർ ചെയ്തില്ല, അത് അടുത്ത കുറ്റം. ആംസ് ആക്ട് ആണ്. അതെ, അതും വന്നു. അങ്ങനെ MGR ഈ നന്തംബാക്കത്ത് ആണ് MGR സെൻറ്റ് തോമസ് മൗണ്ടിൽ താമസിക്കുന്നത്. നന്തംബാക്കത്ത് വീട്ടിൽ അന്ന് പോയത് MR രാധ ഈ വാസുവിനും കൂട്ടി പോയത് MGRനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് കേസിൽ പറയുന്നുണ്ട്. വാസുവിനും പങ്കുണ്ടെന്നോ? വാസുവിനും പങ്കുണ്ടെന്ന് അവസാനമാകുമ്പോൾ നമുക്ക് തോന്നും. കാരണം വാസു പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു റൗണ്ട് വെടി ഉതിർത്തു. ഇടത് ചെവി തുളച്ചു. MGRന്റെ ഇടത് ചെവി തുളച്ചിട്ട് പ്രീ വെർട്ടിബ്രൽ ഭാഗത്ത് ഇത് തറച്ച് കയറി. മറ്റേ നട്ടെല്ലിൻ്റെയൊക്കെ തൊട്ട് മുമ്പ് തറച്ച് കയറി. 2 തവണ MR രാധ സ്വയം വെടിവെച്ചിട്ടുണ്ട്. ഒന്ന് കഴുത്തിലും ഒന്ന് തലയുടെ പിൻഭാഗത്തും ആയിട്ടാണ് വെടിവെച്ചത്. അന്ന് തന്നെ MR രാധയെ അറസ്റ്റ് ചെയ്തു. MGR ഈ വിചാരണ വേളയിൽ MR രാധ എടുത്തൊരു പൊസിഷൻ, അല്ലെങ്കിൽ വക്കീൽ അദ്ദേഹത്തിൻ്റെ, MGR ആണ് വെടിവെച്ചത്, അങ്ങനെയാണ് MR രാധയ്ക്ക് പരിക്കേറ്റത് എന്നൊരു പൊസിഷൻ വിചാരണ വേളയിലെടുത്തു. അപ്പോൾ GK രംഗനാഥനും ഈ ആംസ് എക്സ്പെർട്ട് AV സുബ്രഹ്മണ്യം അങ്ങനെ ഒരു എക്സ്പെർട്ടിനെയും വിളിച്ചിരുന്നു ഈ കാര്യങ്ങൾ പറയാൻ. അവർ 2 പേരും ഇത് നിഷേധിച്ചു. അങ്ങനെയല്ല സംഭവം. ഫോറൻസിക് എക്സ്പെർട്ട് പറഞ്ഞിരുന്നു രാധയുടെ ശരീരത്തിലേത് സ്വന്തം റിവോൾവറിൽ നിന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റിവോൾവറിൽ ബാക്കി ഉണ്ടായിരുന്നത് 3 വെടിയുണ്ടകളാണ്. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് പോയതൊക്കെ ഇയാളുടെ തോക്കിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ MGRന്റെ തോക്കിൽ നിന്നല്ല വെടിയുണ്ടകൾ പോയിരിക്കും. അല്ല, MGRന്റെ തോക്കെടുത്താൽ അത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്നല്ല. അപ്പോൾ അതുകൊണ്ട് അത് പൊളിഞ്ഞുപോയി. വാസു ഈ സാക്ഷി വിസ്താരം ഉണ്ടല്ലോ, അപ്പം പറഞ്ഞത്, പോലീസിനോടും പറഞ്ഞത്, ഹോട്ടൽ അശോകയിൽ കോയമ്പത്തൂരിൽ നിന്നൊരു നിർമ്മാതാവ് വന്നിരുന്നു. അദ്ദേഹത്തിന് സിനിമാ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. MGRനെ നായകനാക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സംസാരിക്കാനാണ് ഞങ്ങൾ പോയത് എന്ന് വാസു പറഞ്ഞു. പക്ഷെ പോലീസ് അന്വേഷിച്ചപ്പോൾ
അങ്ങനൊരു നിർമ്മാതാവെന്ന് അശോകയിൽ താമസിച്ചിട്ടില്ല. അപ്പോൾ വാസു പറയുന്നതും കള്ളമാണ്. ഈ സെഷൻസ് ജഡ്ജി പി ലക്ഷ്മണൻ ആ കോടതിയിലാണ് വന്നത്. 1967 നവംബർ 4 7 വർഷത്തേക്ക് തടവ് ശിക്ഷ എം ആർ രാധയ്ക്ക് വിളിച്ചു. ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിന് 2 കൊല്ലം തടവ്, ആത്മഹത്യാശ്രമത്തിന് 6 മാസം തടവ്, എല്ലാം കൂടി ആത്മഹത്യാശ്രമം കുറ്റകരമായിരുന്നു. അടുത്ത കാലത്താണല്ലോ അത് ഒഴിവാക്കിയത്. അതെ, എല്ലാം കൂടി ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിന്റ് ബ്ലാങ്കിൽ വെടികൊണ്ടിട്ട് എംജിആർ എന്തുകൊണ്ട് മരിച്ചില്ല? ഡോക്ടർ പി ചന്ദ്രശേഖരൻ ഫോറൻസിക് എക്സ്പെർട്ടിനെ അതിനുവേണ്ടി വിസ്തരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു വെടിയുണ്ടയ്ക്ക് അതിനും മാത്രമുള്ള മസിൽ വെലോസിറ്റി ഉണ്ടായിരുന്നില്ല. ഈ തോക്ക് കുറച്ച് ഡിഫക്റ്റീവായിരുന്നു. വെടിയുണ്ട പോകുമ്പോൾ സ്പീഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്ന സാധനമായിരിക്കും കുറേ കാലമായിട്ട്. ഇതിന് വേണ്ടി എടുത്തായിരിക്കും. രണ്ടുപേരും ഒന്നിച്ചു മേടിച്ചാണല്ലോ. അപ്പോൾ അങ്ങനെ തുളച്ച് കയറി പുറത്തേക്കൊന്നും വരാതെ തടഞ്ഞു നിന്നതുകൊണ്ടാണ് എംജിആർ മരിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വിധിയോടുകൂടി എം ആർ രാധയുടെ മാർക്കറ്റ് കംപ്ലീറ്റ് തകർന്ന് തരിപ്പണായിപ്പോയി. പിന്നെ ആരും സിനിമയ്ക്കൊന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് വന്നു. 7 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. നാടകത്തിൽ നിന്ന് മാസം 50,000 രൂപ കിട്ടിയിരുന്നു എന്ന് അദ്ദേഹം മൊഴി കൊടുത്തിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ലക്ഷണം നാടകത്തിൽ നിന്ന് മാസം 50,000 രൂപ എന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷെ ഈ 7 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അന്നത്തെ 7 ലക്ഷം അല്ല, അന്നത്തെ മാസം 50,000 രൂപ നാടകത്തിൽ എന്ന് അത് തെറ്റാണെന്ന് ഈ കടം കൊണ്ടൊക്കെ മനസ്സിലായി. അപ്പോൾ സാമ്പത്തികമായും തകർച്ചയുണ്ടായി. അതുകൊണ്ടാണ്. അപ്പോൾ എംജിആർ വേറൊരു കാരണം ഈ വിധിയിൽ പറയുന്നതാണ്, അത് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. എംജിആർ കോൺഗ്രസ് നേതാവായ കാമരാജിനെ കൊല്ലാൻ ഗുണ്ടകളെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് ഇയാൾക്ക് എവിടുന്നോ വിവരം കിട്ടിയെന്ന് എം ആർ രാധയ്ക്ക്. അത് അയാൾ വിശ്വസിച്ചു. ആരോ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. 2 ലക്ഷം രൂപ ഈ ഗുണ്ടകളെ വാടകയ്ക്ക് എടുക്കാനായിട്ട് എംജിആർ ചെലവാക്കിയെന്നും ഇയാളോട് ആരോ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഇയാൾ വിശ്വസിച്ചിരുന്നു. ഇത് തെറ്റായിരുന്നു. ഇയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു എം ആർ രാധ. താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ DMK-യോടൊക്കെ അനുഭാവം ഉണ്ടായിരുന്ന ആളാണ് എംജിആറിൻ്റെ കൂടെ. ഈ വഴക്കായി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മാറി കോൺഗ്രസിനോട് പ്രതിപത്തി വന്നു കാണും. കാമരാജിൻ്റെ ജന്മദിനാഘോഷത്തിൽ എംജിആർ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് നേതാവാണല്ലോ, DMK നേതാവാണ് എംജിആർ. കോൺഗ്രസ് നേതാവിൻ്റെ ജന്മദിനാഘോഷത്തിൽ എംജിആർ പങ്കെടുത്തിരുന്നു. അതിന് DMK എംജിആറിനെ ശാസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാമരാജിനെ കൊല്ലാനായിട്ട് ഒരു സാധ്യതയും ഇല്ല. ജന്മദിനാഘോഷത്തിലൊക്കെ പങ്കെടുത്തിരുന്ന നല്ല ബന്ധമാണ് എന്നുള്ളത് അങ്ങനെ വന്നു. ഈ എം ആർ രാധയുടെ ബാഗിലെ 2 വെടിയുണ്ടകൾ എംജിആറിൻ്റെ ആളുകൾ പ്ലാൻ ചെയ്തതാണെന്ന് പ്രതിഭാഗം ഒരു വാദം ഉന്നയിച്ചിരുന്നു. അതും തള്ളി കോടതി. എംജിആറും രാധയും തമ്മിൽ എം ആർ രാധയും തമ്മിൽ ഈ തോക്ക് പിടിച്ചു വാങ്ങാനായിട്ടൊരു തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലി നടന്നു എന്നൊരു വാദം അവർ ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് എംജിആറിന് വെടി ഉണ്ടാകുന്നത്. അതും കോടതി തള്ളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെവിക്ക് എംജിആറിന് വെടിയേറ്റത് പോയിന്റ് ബ്ലാങ്ക് വെടിവെച്ചത് കൊണ്ടാണ് എന്ന് ഫോറൻസിക് എക്സ്പെർട്ട് പറഞ്ഞത് അംഗീകരിച്ചു. എംജിആറിൻ്റെ വസ്ത്രം ഈ പോലീസിന് കൊടുക്കും മുമ്പ് അലക്കിയിരുന്നു. അത് സംശയാസ്പദമാണ് എന്ന് പ്രതിഭാഗം വാദിച്ചു. അപ്പോൾ തമ്മിൽ പിടിവലി നടന്നിട്ടില്ല. കോടതി പറഞ്ഞു തമ്മിൽ പിടിവലി നടക്കാത്തത് കൊണ്ട് എംജിആറിൻ്റെ ശരീരത്തിൽ രക്തം ഉണ്ടാവില്ല. അപ്പോൾ ഈ അലക്കിയിരുന്നു എന്ന് പറയുന്നത് രക്തമുണ്ടായത് അലക്കിയെന്നാണല്ലോ. രക്തമുണ്ടാകാൻ സാധ്യതയില്ല. രാധയുടെ റിവോൾവർ പോലീസിന് നൽകും മുമ്പ് വാസുവും ചക്രപാണിയും നിയമോപദേശം തേടിയിരുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നു. ചക്രപാണി എന്ന് പറഞ്ഞാൽ എംജിആറിൻ്റെ സഹോദരൻ MG ചക്രപാണി. അപ്പോൾ ചക്രപാണിയും ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കോടതിയിൽ സ്ഥാപിക്കാനുള്ള ശ്രമം. അപ്പോൾ തോക്ക് എപ്പോഴും കയ്യിലിരിക്കുമ്പോൾ
ഒരു ഭയമുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എം.ആർ. രാധയുടെ തോക്ക് വാസുവാണ് പിന്നെ ഈ സംഭവത്തിന് ശേഷം കയ്യിൽ വെച്ചത്, അവിടുന്ന് പോലീസിന് കൊടുക്കാനൊക്കെ. അപ്പോൾ ഈ കൊല ചെയ്യാൻ ശ്രമിച്ച ആളുടെ ഒരു തോക്ക് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ഇതെന്താ ചെയ്യേണ്ടതെന്നൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകുന്നത് സ്വാഭാവികമാണ് എന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹം ചെയ്തത്. അത് പക്ഷെ ഗൂഢാലോചനയായിട്ട് കരുതേണ്ടതില്ല. വിട്ടു. അതെ, അസൂയയും ശത്രുതയും ആണ് എം.ആർ. രാധയെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് അതിൽ രാധയുടെ സിനിമാ ജീവിതം അതോടെ അവസാനിച്ചു. അത് അവസാനിച്ചു. പക്ഷെ രാധയുടെ 2 മക്കള് ARR വാസു, പിന്നെ രാധാ രവി, പിന്നെ രാധിക ശരത് കുമാർ മകളാണ്, നമ്മുടെ ശരത് കുമാറിന്റെ ഭാര്യ. അപ്പം 3 പേര് കുടുംബത്തിൽ നിന്ന് പിന്നെ സിനിമയിലേക്ക് വന്നല്ലോ. ഒരു മകളും കൂടി ഉണ്ട്, നിരോഷ എന്ന് പറഞ്ഞിട്ട്. നിരോഷ ഞാൻ ഒരു സിനിമയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, അഗ്നി നക്ഷത്രം നിരോഷ എന്നൊരു നടി ഉണ്ടായിരുന്നു, മണിരത്നത്തിന്റെ അതില് അതും എം.ആർ. രാധയുടെ മകളാണ്, രാധികയുടെ സഹോദരി. ഈ എം.ആർ. രാധയ്ക്ക് പഴയൊരു പശ്ചാത്തലമുണ്ട്. 10ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയതാണ്, പുറപ്പെട്ടു പോവുക എന്ന് പറയില്ലേ. അതെന്താന്ന് വെച്ചാൽ അമ്മ ഒരു മീൻ കഷ്ണം കൂടി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീട് വിട്ടിറങ്ങിയ ആളാണ് എം.ആർ. രാധ. ആ 10ാമത്തെ വയസ്സ് മുതൽ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ MGR നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ രക്തക്കണ്ണീർ എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഭയങ്കര ഹിറ്റായിരുന്നു. ഒരുപാട് വേദികൾ, 500 വേദികളിലൊക്കെ പോയി. വളരെ വർഷത്തിന് ശേഷം ഈ രക്തക്കണ്ണീർ സിനിമയാവുകയും ഹിറ്റാവുകയൊക്കെ ചെയ്തിരുന്നു എം.ആർ. രാധ. ഏതായാലും MGRനെ നമ്മൾ കേട്ടിട്ടുണ്ട്, എം.ആർ. രാധയും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അധികം പേര് കേട്ടിട്ടില്ല. പുതിയ ആളുകൾക്ക്, പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൗതുകരമായ MGRനെ വെടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാമെങ്കിലും ഈ കേസിന്റെ വിശദാംശങ്ങൾ അല്ല, വെടിവെച്ചിട്ടുണ്ടെന്നതും ഇന്നത്തെ ചെറുപ്പക്കാർക്കും ഇന്നത്തെ തലമുറയിലുള്ള പലർക്കും അറിയില്ല. MGRനെ പോലും അറിഞ്ഞുകൂടാത്ത ആളുകൾ കാണും. അപ്പോൾ ഏതായാലും അവർക്ക് മുന്നിൽ വളരെ കൗതുകരമായ ഒരു കഥയാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.